മദ്യവിരുദ്ധ പ്രവർത്തകനായിരുന്ന പ്രൊഫസർ MP മന്മഥന്റെ ശതാബ്ദി അനുസ്മരണ പരിപാടിയിലായിരുന്നു സുധീരന്റെ പ്രഭാഷണം. മദ്യനിരോധനം സാധിക്കാത്ത വിജയലക്ഷ്യമല്ലെന്ന് പറഞ്ഞാണ് സുധീരൻ തുടങ്ങിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സുധീരൻ പറഞ്ഞു. എത്ര നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടം ഇതിൻ്റെ പേരിലുണ്ടായാലും അതിൻ്റെ 10 മടങ്ങാണ് സർക്കാരുകൾക്ക് ഇതിൻ്റെ ദൂഷ്യങ്ങളുടെ ഫലം പരിഹരിക്കാൻ വേണ്ടി ചെലവാക്കുന്നത്. പ്രായോഗിക നിലപാടെടുക്കണമെന്ന പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെ നിലപാടിനെ സുധീരൻ പരിഹസിച്ചു. മദ്യവിൽപ്പനശാല അനുവദിക്കുക, അതല്ലാതെ പ്രായോഗികമായ ഒരു സമീപനമില്ലേ? പ്രായോഗികം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി എന്താണ്? ഈ പ്രശ്നത്തിൽ വലിയ ലോബിയിങ് നടക്കുന്നതായി ആരോപിച്ച സുധീരൻ അവരുടെ താല്പര്യം നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. മദ്യ ലോബി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാമെന്ന് അവർ കരുതുന്നത് അങ്ങനെ എപ്പോഴും സംഭവിക്കണം എന്ന് നിർബന്ധിക്കുന്നു. തന്റെ നിലപാട് പ്രതിച്ഛായയ്ക്ക് വേണ്ടിയാണെന്ന വാദങ്ങളെയും സുധീരൻ ശക്തമായി എതിർത്തു. മദ്യത്തിനെതിരായ പ്രവർത്തനം, അതിൻ്റെ ഒരു കുത്തക ബ്രാൻഡ് എനിക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമുള്ള ആളല്ല. മദ്യലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം, പിന്നെ പ്രതിച്ഛായയും മെച്ചപ്പെടണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒന്നിച്ചു പോകില്ല. തന്റേത് പുതിയ നിലപാടല്ലെന്ന് പറഞ്ഞ സുധീരൻ CAG റിപ്പോർട്ട് വന്ന 2012 മുഖ്യമന്ത്രിക്ക് അയച്ച കത്തും യോഗത്തിൽ വായിച്ചു. തന്റെ നിലപാട് ആവർത്തിച്ചു പറഞ്ഞാണ് സുധീരൻ പ്രസംഗം നിർത്തിയത്. ഈ കാര്യത്തിൽ 2 ചേരിയേ ഉള്ളൂ. ഒരു ചേരി മദ്യത്തെ അനുകൂലിക്കുന്ന ചേരി, മറ്റൊരു ചേരി മദ്യ ലഹരിയെ എതിർക്കുന്ന ഒരു ചേരി. മദ്യ ലോബി അവർ ഉയർത്തുന്ന ആ സമ്മർദ്ദങ്ങൾ, അതിൽ പെട്ടുകൊണ്ട് ജനതാൽപര്യം ബലികഴിക്കാനുള്ള ഒരു നീക്കത്തിനും ആർക്കും കൂട്ട് നിൽക്കാനാവില്ല. മീഡിയ 1 തിരുവനന്തപുരം.